الحمد لله والصلاة والسلام على رسول الله وبعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവും പരമാധികാരിയുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ വിശുദ്ധ ഖുർആനിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ നിന്നും യഥാവിധി മനസ്സിലാക്കി തഖ്വയോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ സമീപിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ആദ്യമേ തന്നെ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത സകല പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിൻ്റെ റിളായിൽ, തൃപ്തിയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യം അവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് അറിയപ്പെട്ട പല വ്യക്തികളും മുസ്ലിം സമുദായത്തിൽ തന്നെ, അവരിൽ പലരും മഹത്തുക്കളാണ്, വിശിഷ്ട വ്യക്തികളാണ്. അവരുടെ ആശയം, അവർ കൊണ്ടുവന്ന മാർഗം സ്വീകരിക്കുന്നതിന് തടസ്സമില്ല, അത് നല്ലതാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. ഉദാഹരണം പറയാനാണെങ്കിൽ ജലാലുദ്ദീൻ റൂമിയുടെ മസ്നവി പ്രസിദ്ധമാണ്. അത് ഈരടികളാണ്, കവിതകളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിത നമുക്കിങ്ങനെ വായിക്കാം. അദ്ദേഹം പേർഷ്യനിലാണ് കവിത എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ അറബി പരിഭാഷ ഉൻദുർ ഇലൽ അമാമത്തി അഹ്കുമുഹാ ഫൗഖ റഅസി വൻദുർ ഇലാ സനാസാർ ദശ്ത് ഹൗല ഖദ്രി ഫലാ തന അന്നി ലാ തന അന്നി മുസ്ലിമുൻ അല വലാകിന്നി നസ്രാനിയുൻ വബർഹമിയുൻ വസദറാദശ്തി. ഇങ്ങനെ ആ കവിത അങ്ങ് പോവാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് അകന്നു പോകണ്ട. ആളുകളെ മൊത്തത്തിൽ സംബോധിച്ചത്, നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് ആരും അകന്നു പോകണ്ട. എന്തുകൊണ്ടെന്നാൽ മുസ്ലിമുൻ അന, ഞാൻ മുസ്ലിമാണ്, വലാകിന്നി നസ്രാനിയുൻ, മാത്രമല്ല ഞാൻ ക്രിസ്ത്യാനിയുമാണ്, വബർഹമിയുൻ, ഞാൻ ഹിന്ദുവാണ്, വസറാദശ്തി, ഞാൻ സൗരാഷ്ട്ര മതക്കാരനാണ്. ഞാനിതൊക്കെ കൂടിയാണ്. കൊണ്ട് ഒരു മതക്കാരും എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല എന്ന് കരുതി എന്നെ വിട്ടു പോകേണ്ടതില്ല. തവക്കൽതു അലൈക അയ്യുഹൽ ഹഖുൽ അഅല. പിന്നെ അദ്ദേഹം പറയുന്നത് അൽ ഹഖുൽ അഅല, അത്യുന്നതമായ പരമ യാഥാർത്ഥ്യം, അത് അല്ലാഹുവാണ്. അത്യുന്നതമായ പരമ യാഥാർത്ഥ്യം അൽ ഹഖുൽ അഅലയിൽ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു. ലൈസ ലീ സിവാ മഅബദുൻ വാഹിദുൻ മസ്ജിദൻ ഔ കനീസത്തൻ ഔ ബൈത അസ്നാമി. എനിക്ക്
എന്തിനാണ്? എനിക്ക് ഒറ്റ ആരാധനാലയമേ ഉള്ളൂ. എനിക്ക് ഒരു ആരാധനാലയമേ ഉള്ളൂ. മസ്ജിദായിട്ടും ചർച്ച ആയിട്ടും വിഗ്രഹാലയമായിട്ടും എനിക്ക് ഒറ്റ ആരാധനാലയമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ലക്ഷ്യമാക്കുന്ന കാബയാണ്. ഒക്കെ കൂടി എനിക്ക് ഒന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ ലക്ഷ്യം എന്നുള്ളത് വജ്ഹുക്കൽ കരീം, വജ്ഹത്തു വജ്ഹിൽ ലല്ലദീ ഫതറ സമാവാതി വൽ അർദ ആശയാണ്. വജ്ഹുക്കൽ കരീം, അല്ലാഹുവേ നിന്റെ വജ്ഹാണ് എൻ്റെ ലക്ഷ്യം, അതാണ് ലക്ഷ്യം. ഗായ. ഈ കവിത നോക്കൂ, ഇത് കുറച്ച് വായിക്കുമ്പോഴത്തേക്കും ഇയാളെന്തായി പറയുന്നത് നമുക്ക് മനസ്സിലാകില്ല. കുറെ കഴിയുമ്പോഴത്തേക്കും അത് കഅബയായി, അള്ളാഹുവായി. ഇതൊരു കവിഭാവന എന്നുള്ള നിലക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കും. അടുത്ത കാലത്ത് കേരളത്തിൽ ചർച്ചയായ ഭ്രാന്തായാൽ എന്ത് സുഖം, അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വിമർശനങ്ങളൊക്കെ വന്നതാണ്. ഒരു കവിത എന്നുള്ള നിലക്ക്, ഒരു കവിയുടെ ആവിഷ്കാരം എന്നുള്ള നിലക്ക് അത് മാറ്റിവെക്കാം. അത് മലയാളക്കരയിൽ നമുക്ക് പരിചയമുള്ള ഒരാൾ എഴുതിയതാണ്, അയാൾക്ക് വേറെ സംഗതിയൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷെ റൂമി അത് പറയുമ്പോൾ, റൂമിയെ സംബന്ധിച്ച് റൂമി കവിത രചിക്കുകയും പാടുകയും ചെയ്തൊരു വ്യക്തി മാത്രമല്ല. അതാണ് എൻ്റെ പ്രശ്നം. ഒരു കവിയുടെ ഭാവനയായിരുന്നെങ്കിൽ കവി ഭാവന എന്ന് പറയും, നമുക്ക് മാറ്റിവെക്കാം. റൂമിയുടെ പ്രസിദ്ധമായ അദ്ദേഹത്തിന് പല കവിതാ സമാഹാരങ്ങളുണ്ട്. അതിൽ ഈ മസ്നവിയിൽ തന്നെ ധാരാളം പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനും ഹദീസിനും വിരുദ്ധമായതുണ്ട്. ഞാൻ ഈ നിങ്ങൾക്ക് മുമ്പാകെ ഇപ്പൊ പാടി വെച്ച ഈ കവിത ഇത് വേണമെങ്കിൽ കുറച്ച് വ്യാഖ്യാനിക്കാം. കാരണം എന്തിനാ, നമ്മളൊക്കെ ഒന്നല്ലേ എന്ന് വെച്ചാൽ ഹിന്ദുവാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒക്കെ ഒരാ ദൈവത്തിന്റെ അടിമകളല്ലേ എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ ആ കവിതയെ വ്യാഖ്യാനിക്കാമല്ലോ. റോമിയുടെ അടുക്കൽ ഒരിക്കൽ ഒരാളെ വന്നിട്ട് പറയുന്നുണ്ട്, ഗുരു യേശു ദൈവമാണെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നുണ്ടല്ലോ എന്ന്. യേശു ദൈവമാണെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നുണ്ടല്ലോ എന്ന് റൂമിയുടെ അടുക്കൽ വന്ന ഒരാൾ പറയാണ്. അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി തരും, എന്നാൽ അവരോട് പറയൂ ഞങ്ങളുടെ മുഹമ്മദും ദൈവമാണ്. ഇതൊരു വാദത്തിന്റെ പ്രതിവാദമായി വേണമെങ്കിൽ സമ്മതിക്കാം. ഉണ്ടല്ലോ, നിങ്ങളുടെ യേശു യഥാർത്ഥത്തിൽ ദൈവമല്ലല്ലോ, യേശു അള്ളാഹുവിന്റെ അടിമയല്ലേ. ഇന്നി അബ്ദുല്ലാ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആനിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തെ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇന്നി അബ്ദുല്ലാ അതാനിയൽ കിതാബ, ഞാൻ അള്ളാഹിന്റെ അടിമയാണ്, അവൻ എനിക്ക് ഗ്രന്ഥം തന്നതാണ്. അപ്പൊ അള്ളാഹു ഗ്രന്ഥം നൽകി, അള്ളാഹു തന്റെ അടിമയായി ഭൂമിയിലേക്ക് പ്രവാചകനായി നിയോഗിച്ച ഈസയെ ക്രിസ്ത്യാനികൾ ദൈവമാക്കുന്നെങ്കിൽ എന്നാ പിന്നെ മുഹമ്മദിനെ ദൈവമാകുന്ന എന്താ പ്രശ്നം? അങ്ങനെ ആകാമല്ലോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാതെ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല ഈ മനുഷ്യന്റെ പ്രവൃത്തി എന്നുള്ളതാണ്. അത് സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന സൂഫികളായ ചില വ്യക്തികൾ അത്രയൊന്നും നിഷ്കളങ്കരല്ല എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ അറിയണം. അതറിയാതെ ഇത്തരം ആളുകളുടെ വാക്കുകൾക്കും എഴുത്തുകൾക്കും പിന്നാലെ പോയി വഴികെടുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇന്നയാൾ മറ്റേ അതിന്റെ കൂട്ടത്തിലായിട്ടുണ്ട് കേട്ടോ ഇപ്പോ എന്ന് പറഞ്ഞ ആൾ ഇസ്ലാമിന്റെ പുറത്തു പോയി എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇനി വിചാരിക്കുന്നുണ്ട് റൂമി ഇനിയിപ്പോ ഇസ്ലാമിനെ പുറത്താക്കാതെ. ഒരു മനുഷ്യനെ വഴികെട്ടവനാണ് എന്ന് വിധി പറയാൻ നമുക്ക് അധികാരമില്ല. പക്ഷെ അയാളുടെ നിലപാടുകൾ വഴികെട്ടതാണെന്ന് പറയാനാവും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു മനുഷ്യനെ നോക്കിയിട്ട് നീ കാഫിറാണ്, നീ നരകത്തിലാണ്, നീ സ്വർഗത്തിലാണ്, ഇങ്ങനെ വിധി പറയാനുള്ള അവകാശം അള്ളാഹു നമുക്ക് തന്നിട്ടില്ല. മറിച്ച് നിന്റെ നിലപാട് തെറ്റാണ്. എങ്ങനെയാണ് നിന്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന അമ്പലവിശ്വാസിയാണെങ്കിൽ പോലും അയാളെ നോക്കിയിട്ട് അയാളെ കാഫിർ എന്ന് വേണേ, പക്ഷെ അയാളെ നരകത്തിലാണെന്ന് നമുക്ക് പറയാൻ അവകാശമില്ല. കാരണം നരകം എന്നുള്ളത് ഒരു മനുഷ്യന്റെ മരണത്തിന് ശേഷം, വിചാരണയ്ക്ക് ശേഷം എത്തിപ്പെടേണ്ട ഒരു സംഗതിയാണല്ലോ. ഇയാള് നാളെ കലിമത്തു ഷഹാദ പറഞ്ഞ് വിശ്വസിക്കില്ല എന്ന് ആര് കണ്ടു? അപ്പൊ വിധി പറയാൻ നമുക്ക് അവകാശമില്ല. നിലപാട് തെറ്റാണെന്ന് പറയാം. ഇപ്പോഴത്തെ ഈ നിലപാടനുസരിച്ച് തെറ്റിലാണ് എന്ന് പറയാം. അപ്പൊ ഈ പറഞ്ഞ ഈ സൂഫിയാക്കളായ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ, ആ കൂട്ടത്തിൽ ജലാലുദ്ദീൻ റൂമിയുണ്ട്, ഇബ്നു അറബിയുണ്ട്, ഷംസുദ്ദീൻ തിബ്രീസി ഉണ്ട്. ഈ സൂഫി ഷെയ്ഖന്മാരിലൂടെ ഇസ്ലാമിനെ ആൾക്കാർ കണ്ടെത്തിയിട്ടില്ല. ഇപ്പൊ ഇന്ത്യ രാജ്യത്തെ പരിശോധിക്കുമ്പോഴത്തേക്ക് മൊയ്നുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാ നല്ല മനുഷ്യരായിരുന്നു. എന്ന് തുടങ്ങിയ കുറെ ആളുകളുണ്ട്. ഇവരെ സംബന്ധിച്ച് അഭിപ്രായത്തെ വേറെ വഴിക്ക് നിലനിൽക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത്. ഈ സൂഫി ഈ ശൈലിയിലൂടെ ഇസ്ലാമിനെ കണ്ടെത്തിയ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും അത്തരക്കാരുടെ ഇസ്ലാമിൽ ഇവരുടെ പിഴച്ച ആദർശത്തിന്റെ കറ കണ്ടെത്താൻ കഴിയും. നോക്കൂ, നേരായ വഴിക്കല്ലാത്ത വളഞ്ഞ വഴിക്ക് സഞ്ചരിക്കുന്ന ഒരാളുടെ അടുക്കൽ നിന്നും ഇസ്ലാം മനസ്സിലാക്കിയ ഒരാള്, ഉദാഹരണത്തിന് ഖബർ ആരാധകർ,
മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ ഖബർ ആരാധകർ. ഖബർ ആരാധകരുടെ അടുക്കൽ നിന്നും ഇസ്ലാം സ്വീകരിക്കുന്ന ഒരാള് അയാൾക്ക് പച്ചയായ തൗഹീദ് കണ്ടെത്താൻ കഴിയില്ല. അയാൾക്ക് ആരാണോ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തത് അതാണ് ശരിയായ ഇസ്ലാം എന്ന് കരുതി അതിന്റെ വഴിക്ക് അയാൾ പോവുക. ഞാനിന്ന് പറഞ്ഞു വന്നത് സൂഫികളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞു വന്ന ഈ റൂമിയാകട്ടെ, ഇബ്നു അറബിയാകട്ടെ, ഇപ്പൊ ഇബ്നു അറബിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലെ എന്നല്ല മുസ്ലിങ്ങളിലെ തന്നെ ബഹുഭൂരിപക്ഷം ആളുകൾ എതിർത്തുന്നിരിക്കും. കാരണം അവർക്കൊക്കെ ഇപ്പോഴും അത് അദ്ദേഹം ആരാധ്യ പുരുഷനാണ്. കാരണം സൂഫിസവും അതേപോലെ ഔലിയ പട്ടവും ഒക്കെ ചാർത്തി കൊടുത്തിട്ട് അതാണ് ലോകത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് കരുതി പോകുന്ന ഒരു വലിയ ജനവിഭാഗം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതിന്ന് മാറിയിട്ടാണല്ലോ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായി. പച്ചയായി അള്ളാഹുവിനെ ആരാധിക്കുന്ന രീതിയിലേക്ക് ഒരു ഭാഗം മാറി നിന്നിട്ടാണ്. അപ്പൊ ഈ റൂമിയുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇബ്നു അറബിയുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ വഹ്ദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞ സംഗതിയാണ്. വഹ്ദത്തുൽ വുജൂദ് എന്താണ്? വഹ്ദത്തുൽ വുജൂദ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കളിലെ അദ്വൈതം ഉണ്ടല്ലോ, അതാണ് ഈ വഹ്ദത്തുൽ വുജൂദ്. തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വഹ്ദത്തുൽ വുജൂദ് എന്ന വാക്കിന്റെ അർത്ഥം ഒന്നേ ലോകത്തുള്ളൂ ഉണ്മയായിട്ട്. അതാരാണ്? അല്ലാഹ്. അപ്പൊ ബാക്കിയൊക്കെ അള്ളാന്റെ ഭാഗമാണ്. ഇതന്നെ അദ്വൈതം പറയുക. ദ്വൈതം രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സ്രഷ്ടാവ് മാത്രമേ ഉള്ളൂ, സൃഷ്ടിയില്ല. അദ്വൈതത്തിന്റെ വാദതാണ്. അതാണ് തൂണിലും തുരുമ്പിലും ദൈവത്തെ കാണുന്ന ഹിന്ദു സങ്കല്പം. അപ്പൊ ദൈവം എന്നിലുണ്ട്, ദൈവം നിന്നിലുണ്ട്, ഈ തൂണിലുണ്ട്, ഈ മണ്ണിലുണ്ട്, ഈ മാമലയിലുണ്ട്. അതെന്തോ ഒരു ദൈവമാണ്. അപ്പൊ ദൈവം ഇങ്ങനെ അവർ പറയുന്നത് ഇങ്ങനെ കളിമണ്ണ് കുഴച്ചിട്ട് നമ്മൾ കല ഉണ്ടാക്കി, ചട്ടി ഉണ്ടാക്കി, പൂച്ചട്ടി ഉണ്ടാക്കി, കുടുക്ക ഉണ്ടാക്കി, ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഈ കളിമണ്ണല്ലേ. കളിമണ്ണ് വിവിധ രൂപത്തിലേക്ക് മാറിയെന്നല്ലേ ഉള്ളൂ. അപ്പോഴത് കളിമണ്ണാണല്ലോ എന്ന് പറഞ്ഞതുപോലെ ദൈവം അതിന്റെ അംശങ്ങളെ പലതരത്തിൽ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചതാണ്. അപ്പൊ ദൈവം വാഴയിലുണ്ട്, ദൈവം പ്ലാവിലുണ്ട്. ഇതാണ് അദ്വൈത സങ്കല്പം. രണ്ടില്ല, സൃഷ്ടിയും സൃഷ്ടാവും ഇല്ല. സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ, സൃഷ്ടി എന്ന് പറയുന്ന സംഗതി ഇല്ല. ഇത് തന്നെയാണ് വഹ്ദത്തുൽ വുജൂദ്, ഒന്നേ ഉള്ളൂ. പണ്ട് ഹല്ലാജിനെ കുറിച്ചിട്ട് അല്ലേ, എന്റെ നാമത്തിൽ അനൽ ഹഖ്, ഞാനെന്ന ഒറ്റ സംഗതി മാത്രമേ. അപ്പൊ ഈ രണ്ട് സാധനം ഒന്ന് തന്നെയാണ്. ഇത് തൗഹീദിന് വിരുദ്ധാണ്. ഇതിനെ ഒന്നാക്കാനും ഇതിനെ ഏറ്റവും വലിയ മതനിരപേക്ഷതയുടെ ഭാഗമാക്കാനുമായിട്ട് കൊണ്ടുപിടിച്ച് ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ഇത്തരത്തിലുള്ള ദർശനങ്ങൾക്ക് വലിയ സ്വാധീനമാണ്. അതിന് അംഗീകാരം കൊടുക്കുക, അതിന് സ്പോൺസർ ചെയ്യുക, അത് ലോകത്തിന്റെ വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കുക. എന്തുകൊണ്ടെന്നറിയാമോ? റൂമിയുടെ ദർശനങ്ങളൊക്കെ ഐക്യരാഷ്ട്രസഭയൊക്കെ അംഗീകരിച്ച് അത് പാസ്സാക്കി വിട്ട സംഗതിയാണ്. റൂമിയുടെ ദർശനങ്ങൾ അവർക്ക് പാസ്സാക്കാം. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ദർശനം എന്താ പാസ്സാക്കാൻ പറ്റാത്തത്? എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വന്ന നവോത്ഥാനത്തിന്റെ നായകരെന്ന് പറഞ്ഞിട്ട് വന്ന ചില ആളുകളുടെ അബദ്ധജടിലമായ വിശ്വാസങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരൊക്കെയാണ് വലിയ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അംഗീകാരം കൊടുക്കുക. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? സൂറത്തുൻ നിസായിലെ 98-ാമത്തെ ആയത്തുണ്ട്, വദ്ദൂ ലൗ തക്ഫുറൂന കമാ കഫറൂ. നബിയെ, അവരെന്താണ് ആഗ്രഹിക്കുന്നത് അറിയോ? കുഫാറുകൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്നറിയോ? വദ്ദൂ, അവരാഗ്രഹിക്കുന്നത് ലൗ തക്ഫുറൂന കമാ കഫറൂ, അവർ ഏത് പ്രകാരം അവിശ്വാസത്തിന്റെ വഴിയിൽ കടന്നോ അതേപോലെ നിങ്ങളും അവിശ്വാസികളാകണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവര് അദ്വൈതം പറഞ്ഞപ്പോ ഇവിടുന്ന് വഹദത്തുൽ വുജൂദ് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ നിങ്ങളും കൂടിയിരിക്കുന്നു, വാ നമ്മളൊക്കെ ഒറ്റക്കെട്ടാണ്, ഞങ്ങള് കാഫറുകളായി, അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാഫറായിട്ട് വാ, അപ്പൊ നമ്മൾക്ക് ഒന്നായി, ഒരു പാർട്ടിയായി എന്നുള്ളത്. ഇതാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഇത്തരം സംഗതികൾക്ക് അംഗീകാരം കൊടുക്കുന്നു, അതിനെ ന്യായീകരിക്കാനായി ആളുകൾ വരുന്നു. റോമിയുടെ കവിതകളൊക്കെ പ്രേമവും സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട അവതരിപ്പിക്കുന്നുണ്ട്. ഇഷ്ക് എന്ന് പറഞ്ഞിട്ട്, ഇഷ്ക ഇലാഹി, ഇങ്ങനെ അതിന്റെ ബാക്കി അപ്പുറത്തുള്ള ഇഷ്കുകളൊക്കെ. ഇതൊക്കെ ചില നാടകങ്ങളാണ്. മുസ്ലിങ്ങൾ ഒരിക്കലും ഇതിൽ വീഴാൻ പാടില്ല. അതിൽ നമ്മൾ വീഴുന്നതോടുകൂടി ഖുർആൻ പറയുന്നു ഫതകുനൂന സവാഅ, പിന്നെ നിങ്ങളൊക്കെ ഒന്നായി എന്ന് പറയാ, നിങ്ങളൊക്കെ പിന്നെ ഒന്നിച്ച് നരകത്തിലേക്ക് പോകാം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ റൂമിന്റെ കവിതയിലെ വരിയുണ്ടല്ലോ, മുസ്ലിമുൻ അന, ഞാൻ മുസ്ലിമാണ്, വലാകിനി നസ്രാനിയും, ഞാൻ ക്രിസ്ത്യാനിയാണ്, ബർഹമി, ഞാൻ ഹിന്ദുവാണ്, വസറാദഷ്തി, ഞാൻ സൗരാഷ്ട്ര മതക്കാരനാണ്. അപ്പൊ ഞാനിതൊക്കെ കൂടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് എല്ലാ സാധനവും ഒന്ന് തന്നെയാണ്. ഈ പാട്ടിലൂടെ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താന്ന് മനസ്സിലായോ? ഇസ്ലാമും കുഫറും ഹക്കും ബാത്തിലും നന്മയും തെമ്മിലും എല്ലാം ഒന്ന് തന്നെയാണ്. ഇസ്ലാമും കുഫറും തമ്മിൽ വ്യത്യാസം വേണ്ട, ഹക്കും ബാത്തിലൊക്കെ വ്യത്യാസമൊന്നും ഇല്ല, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. മുസ്ലിങ്ങൾക്കും അവിശ്വാസികൾക്കും ഇടയിൽ വ്യത്യാസമില്ല എന്ന് പറയുന്നതിലൂടെ
അദ്ദേഹം റദ്ദ് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പടച്ച തമ്പുരാന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. ഇതെല്ലാം ഒന്നാണെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് പറയാനുള്ള ഖുർആന്റെ നിർദ്ദേശം എവിടെ പോയി? പ്രബോധനം എവിടെ? ജിഹാദ് എവിടെ? ഖിതാൽ എവിടെ? അള്ളാഹു ഖുർആനിലെ സൂറത്ത് തൗബയിലെ 92-ാമത്തെ ആയത്തിൽ ഈ പ്രബോധനം ഏത് വിധേനയാണ് നിർവഹിക്കപ്പെടേണ്ടത് എന്ന് കണിശമായി പറയുന്ന ഒരു ആയത്തുണ്ട്. അല്പം കടുപ്പത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ പ്രബോധനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ പറയുന്ന പോലെ ഇങ്ങനെ ആളെ കണ്ടിട്ട് ഇങ്ങനെ കുറച്ച് സംഗതിയൊക്കെ ഉണ്ട്, നിങ്ങൾ ഇസ്ലാമിലേക്ക് വാ എന്ന് പറയുന്ന രീതിയിലല്ലല്ലോ പ്രബോധനം. നമ്മൾ അങ്ങനെ മനസ്സിലാക്കി പോയതാണ്. എന്ന് പറഞ്ഞാൽ എലക്കും മുള്ളിലും കേടില്ലാതെ അവതരിപ്പിക്കേണ്ട ഒരു സാധനമാണ് ദഅവ എന്ന് നമ്മൾ മനസ്സിലാക്കി പോയതാണ്. അങ്ങനെയല്ല ദഅവ അവതരിപ്പിക്കേണ്ടത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ അവന്റെ നിയോഗം തന്നെ പ്രബോധനായിരിക്കണം എന്നുള്ളതാണ്. ആളുകളെ കാണുക, ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുക, നേർക്കത്തര ഇസ്ലാമിലേക്ക് വിളിക്കുക എന്നാണ്. ഖുർആന്റെ ഈ ആയത്ത് നോക്കിക്കോളി. ഇത് വിശുദ്ധ ഖുർആൻ ഇപ്പോഴുള്ള ആയത്ത് തന്നെയാണ്. ഖാതിലുൽ ലദീന ലാ യുമിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിരി. ഖാതിലുൽ ലദീന, നിങ്ങൾ യുദ്ധം ചെയ്യുക. അല്ലദീന ലാ യുമിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിരി, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. വലാ യുഹരിമൂന മാ ഹറമല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും ഹറാമാക്കിയ കാര്യം ഹറാമായിട്ട് അംഗീകരിക്കാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. ഓണം വരാൻ പോവാണല്ലോ. ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഇനി വേഷം കെട്ടായിരിക്കുകയാണ്. ഓണം വരും, സെറ്റ് സാരി എടുക്കണം, വെള്ളം കൊണ്ട് എടുക്കണം, കറുത്ത വസ്ത്രം ധരിക്കണം, പൂക്കളത്തിന് മുമ്പിൽ പോസ് ചെയ്യണം, അല്ലേ? അത് ഭയങ്കര ആ ഒരു രീതിയിലുള്ള കുറെ സംഗതികളൊക്കെ. ഇത് ഹറാമല്ലേ? ഇത് കുറച്ചാൾക്കാർക്ക് ഇത് ഹറാമാണെന്ന് അറിയാം, പിന്നെ കുറെ ആൾക്കാർക്ക് ഇത് ഹറാം അല്ല എന്ന് വാദിക്കാം. ഇത് കുറെ മറ്റു ചില ആൾക്കാർ പിന്നെ അതൊക്കെ ഇങ്ങനെയൊക്കെ ഹറാമാക്കി നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ മതേതര സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കുക? ഇപ്പൊ ഞാനിപ്പോ ഈ പറയുന്ന പറച്ചിൽ തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എടുത്തിട്ട് കണ്ടില്ലേ, പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന സന്ദേശം അല്ലേ? പക്ഷെ ഇസ്ലാം ഇതാണ്, വലാ യുഹർരിമൂന മാ ഹറമല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയ കാര്യം ഹറാമായിട്ട് അംഗീകരിക്കാത്തവരോട്, വലാ യദീനൂന ദീനൽ ഹഖ്, ഈ സത്യമായ ഈ മതത്തെ മതമായി ഉൾക്കൊള്ളാത്ത മിനല്ലദീന ഊതുൽ കിതാബ, വേദക്കാരോട്. അള്ളാഹ് പറഞ്ഞ് ഇസ്ലാമിനെ ഇസ്ലാമായി ഉൾക്കൊള്ളാത്ത, അള്ളാഹുവിനെ റസൂലിനെയും അള്ളാഹു പ്രവാചകനുമായി ഉൾക്കൊള്ളാത്ത വേദക്കാരായ ആളുകളോട് നിങ്ങൾ നിങ്ങൾ യുദ്ധം ചെയ്യണം. എത്രത്തോളം വെച്ചാൽ നിന്ദ്യരായവർ ജിസിയ തരാമെന്ന് സമ്മതിക്കുന്ന കാലത്തോളം. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് പോവാ, അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജിസിയ അത് കഴിഞ്ഞു കൂടിയാൽ മതി. ഇത് ഇസ്ലാമിന്റെ നിലപാടാണ്. ഇതിപ്പോ ഈ ആയത്ത് പറയാം, എനിക്കും പേടിയാ, നിങ്ങളൊക്കെ ദിക്കിങ്ങനെയൊക്കെ ഇപ്പൊ ഈ ഒരു കാലത്ത് ഖുറാനി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഖുറാൻ നിരോധിക്കണം പറഞ്ഞ ആൾക്കാരെ തുടങ്ങില്ലേ? ഇത് ഇസ്ലാമിന്റെ നിലപാടാണ്. ഈ ഇസ്ലാമിന്റെ നിലപാടിനെ വെള്ളപൂശി അവസാനം ഞാനും മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയുമാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ ഉണ്ട് തോളത്തിൽ കൈയിട്ട് കൂട്ടിയിട്ടില്ലേ? ഇത് റൂമിയുടെ മാത്രം പ്രശ്നമല്ല. ഞാൻ റൂമിയെ ഉദാഹരിച്ച് മാത്രം. റൂമിയുടെ ആത്മീയാചാര്യനായിരുന്ന ഷംസുദ്ദീൻ തബ്രീസി, അദ്ദേഹത്തിന്റെ ഉസ്താദാണ്. ഇദ്ദേഹവും പൊതുവെ സുന്നി സമൂഹത്തിന് പ്രിയങ്കരനായ ഒരാളാണ്. മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിഷ ജനത എന്ന് പറഞ്ഞാൽ സുന്നി സമൂഹത്തിന് പ്രിയപ്പെട്ട ആളാണ് റൂമിയുടെ ഉസ്താദ് തബ്രീസി. അവർക്ക് തബ്രീസി എങ്ങനെ പൈസ ഉണ്ടാക്കിയെന്നറിയോ? എന്ന് പറയാം, അദ്ദേഹത്തിന് ജീവിതമാർഗം. ഷംസുദ്ദീൻ തബ്രീസിയെ കുറിച്ചിട്ട് ചരിത്രകാരന്മാർ പറയുന്നത്, അദ്ദേഹം ജീവിത ചെലവ് കണ്ടെത്തിയിരുന്ന കൈനോട്ടത്തിലൂടെയും സ്വപ്ന വ്യാഖ്യാനത്തിലൂടെയായിരുന്നു. കൈ നോക്കുക, കുറവനും കുറത്തുമാരൊക്കെ നമ്മുടെ വീടിനെ പറ്റിങ്ങനെ അമ്മ കൈ നോക്കാന്ന് ചോദിച്ചു വരാറില്ലേ? നമ്മളെല്ലാം കൈ നീട്ടി കൊടുക്കാറുണ്ടോ? എന്താ കൊടുക്കാത്തത്? കൈ നോട്ടം എന്നുള്ള ജ്യോത്സ്യത്തിന്റെ ഭാഗമാണ്. അത് റസൂല് പച്ചയ്ക്ക് ഹറാമാക്കിയ സാധനമാണ്. ഇങ്ങനെ കൈ നോക്കിയിട്ട് ഇപ്പൊ ജീവിച്ചിരുന്ന ആളാണ് ആര്? റൂമിയുടെ ഉസ്താദായ ഷംസുദ്ദീൻ തബ്രീസി. ഇത് ചരിത്രമാണ്. എന്നിട്ട് നമ്മൾ ഇവരൊക്കെ എന്താ, ഇവരൊക്കെയാണ് വലിയ സംഭവങ്ങൾ അള്ളാഹിനെ കുറിച്ചിട്ട് പാടിയിട്ട് ആഷിഖ് ഇലാഹി ഇഷ്കുർ റസൂൽ അതൊക്കെ ഇങ്ങനെ ഒഴുകാണ്. ഒന്നാം തരം ഹറാമ് ജീവിതത്തിൽ ചെയ്ത് അല്ലേ? പിന്നെ ഇദ്ദേഹത്തിന് വേറെ രീതിയിൽ ഇദ്ദേഹം തന്റെ റൂമിലേക്ക് ആർക്കും പ്രവേശനം അനുവദിക്കാതെ 3 മാസം അദ്ദേഹം ഹൽവത്തിൽ കഴിയും. സൂഫിസത്തിന്റെ വലിയ സംഗതിയാണ് ഹൽവത്തിൽ കഴിയാന്ന് പറഞ്ഞാൽ ആരും എൻ്റെ അടുത്തേക്ക് വരില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്കും വരില്ല, ഞാനിങ്ങനെ ധ്യാനത്തിലാണ്. സന്യാസം എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും. ഹിന്ദു സന്യാസിമാർ സന്യസിക്കാറില്ല തപസ് ചെയ്തിട്ട്. അതിന്റെ മുസ്ലിം പതിപ്പാണ്, ഇസ്ലാമിക് വേർഷൻ അല്ല, ഇപ്പൊ ഇത്രയും സൂഫി വേർഷനാണ് ഹൽവത്തിൽ. അപ്പൊ ഹൽവത്തിൽ കഴിഞ്ഞാൽ പിന്നെ ആരും ഇദ്ദേഹത്തിന്റെ അടുക്കലും വരില്ല, ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങില്ല. ഇങ്ങനെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു രാത്രിയൊക്കെ റസൂൽ എത്തിക്കാൻ വരുന്നുണ്ട്? അതല്ലാതെ ഒരു 24 മണിക്കൂർ എൻ്റെ അടുക്കലേക്ക് ആരും വരണ്ടെന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂൽ ഇരുന്നിട്ടുണ്ടോ? സഹാബികൾ ഇരുന്നിട്ടുണ്ടോ?
സമൂഹത്തിൽ ജീവിച്ചവർ എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാക്കുണ്ട്, സമൂഹത്തിൽ താൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തനിക്ക് വലിയ പ്രയാസമാകും, ബുദ്ധിമുട്ടാകും, പരീക്ഷണമാകും എന്ന് കരുതി പൊതുസമൂഹത്തിൽ നിന്നും മാറി നിൽക്കുന്നവനേക്കാൾ നല്ലത് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ നിന്നും ഏൽക്കേണ്ടി വരുന്ന അതായ ബുദ്ധിമുട്ടുകളെ സബൂർ ചെയ്യുന്നവനാണ് ഏറ്റവും ഉത്തമിയായ വിശ്വാസി. എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഏതെങ്കിലും പർണശാല കിട്ടി മൂലയിൽ പോയിരുന്നിട്ട് ഞാൻ എൻ്റെ ഇസ്ലാമായിട്ട് ജീവിച്ചോട്ടെ എന്ന് കരുതി ജീവിക്കുന്നതിനേക്കാൾ ഉത്തമൻ സമൂഹത്ത് മധ്യത്തിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഇറങ്ങുമ്പോഴത്തേക്ക് തർക്കങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, ഉടക്കുണ്ടാവും, അല്ലേ? അത് സഹിച്ച് കഴിഞ്ഞു കൂടുന്നവനാണ്. ഞാൻ സാമൂഹിക ജീവിയാണ്, മനുഷ്യൻ എന്നുള്ളതല്ല, സാമൂഹിക ജീവിയാണ് മുസ്ലിം. ഈ ദർവേഷ് എന്ന് പറയുന്ന സംഗതിയാണ്. ദർവേഷ്, സൂഫി ദർവേഷ്. ദർവേഷ് എന്ന വാക്ക് പേർഷ്യൻ വാക്കാണ്. സമ്പൂർണ്ണ വിരക്തരായി ജീവിക്കുന്ന ആളുകൾ അവർ മറ്റുള്ള ഔദാര്യത്തിലാണ് ജീവിക്കുക. ഇതെന്നെ സന്യാസി ചെയ്യുക. സന്യാസി കമണ്ടലവും തൂക്കി വീട്ടിൽ വരും, അല്ലേ? എന്തേലും തരണേ, എരന്ന് തിന്നുക. ഈ എരന്ന് തിന്നുന്ന ആൾക്കാരാണ് ദർവേഷ്. ഇത് സൂഫിസത്തിന്റെ പേര് അവതരിപ്പിക്കുന്ന പുണ്യപ്രവൃത്തിയാക്കി മാറ്റുക. ഹജ്ജിന് പോകുന്ന ആളുകളോട് അള്ളാഹ് പറയുന്നുണ്ട്, ഹജ്ജിന് പോകുമ്പോൾ ആളുകളോട് തെണ്ടിയിട്ട് ഹജ്ജിന് പോവുക എന്നുള്ളത് പുണ്യകർമ്മമായ ഒരു കാലത്ത് കണ്ടിരുന്നു ആളുകൾ, ജാഹിലി കാലത്ത്. അന്ന് അള്ളാഹ് അവരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ഇങ്ങനെ ആൾക്കാരോട് തെണ്ടിയിട്ടല്ല ഹജ്ജിന് പോകേണ്ടത്, തസവ്വദു, പാതയം ഒരുക്കി ഹജ്ജിന് പോകും. അതല്ല ഇസ്ലാം പറഞ്ഞത്. കഴിവുള്ളവൻ ഹജ്ജിന് പോയാൽ മതി. സമ്പത്തുള്ള, യാത്രയ്ക്ക് പോകാൻ കഴിവുള്ള, പണമുള്ള, തൻ്റെ യാത്രയിലും താൻ തിരിച്ചു വരുന്നവരെ തൻ്റെ കുടുംബത്തിനും ജീവിക്കാൻ പറ്റുന്ന പൈസ കയ്യിലുള്ള ഹജ്ജിന് പോയാൽ മതി. അവർക്ക് ഹജ്ജ് നിർബന്ധമുള്ളൂ. അല്ലാതെ ഇറന്നിട്ട് പോകാനുള്ളതല്ല ഹജ്ജ്. ദർവേഷന്മാരുടെ ജീവിതം സന്യാസിമാർ ജീവിക്കുന്നത് പോലെ. റൂമി ഉണ്ടാക്കിയൊരു തരീക്കത്തുണ്ട്. ആ തരീക്കത്തിന്റെ പേര് മൗലവിയ തരീക്കത്ത് എന്നാണ്. ഇന്നിപ്പോൾ ഞാനടക്കം പണ്ഡിതന്മാരുടെയൊക്കെ പേരിന്റെ വാലായിട്ട് കിടക്കുന്ന മൗലവി, അല്ലേ? മൗലവി എന്നുള്ള മൗലവിയ തരീക്കത്തിന്റെ അതിലേക്ക് ചേർത്തിട്ട് പറഞ്ഞ പേരാണ് മൗലവിയ തരീക്കത്ത്. ഇസ്ലാമിൽ ഈ വേസ്റ്റ് എങ്ങനെ അടിഞ്ഞു കൂടി ചിലർ പണ്ഡിതന് ഈ പേര് പറയാതെ ജീവിക്കാൻ കഴിയാതെ. ഒരാൾ പണ്ഡിതനാണെന്ന് അറിയിക്കാൻ വേണ്ടി എന്തെല്ലാം സാധനം ചേർത്ത് കൊടുക്കണമല്ലോ. അതിന് നമ്മൾ കൊടുത്ത പേരെന്താ? മൗലവി. എവിടെ നിന്നാ മൗലവി വന്നത്? റൂമി ഉണ്ടാക്കിയ മൗലവിയ തരീക്കത്തിൽ. എന്നിട്ട് റൂമിന്റെ ആ തരീക്കത്തിൽ ആളുകൾക്ക് പറയുന്ന പേരാണ് മൗലവിയ. ഈ തരീക്കത്തിൽ പലതരം തരീക്കത്ത് ലോകത്തുണ്ട്. ഈ പറഞ്ഞ എല്ലാ തരീക്കത്തും വലിയ വ്യത്യാസമൊന്നുമില്ല. റൂമി ഉണ്ടാക്കിയ തരീക്കത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചില പ്രത്യേക ദിക്റുകളുണ്ട്, ദിക്ർ ഹൽക്കകൾ. ഈ ദിക്ർ ഹൽക്കകൾ ഇവർ ദിക്ർ ചൊല്ലുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് ചെയ്തിട്ടാണ്, താളമിട്ടിട്ടാണ്. സൂഫി സംഗീതം ഇതാണ്. സൂഫി സംഗീതം, സിനിമയിലടക്കം സൂഫി സംഗീതം ആവിഷ്കരിക്കുകയും സൂഫി ഡാൻസ്, അല്ലെ, പിന്നെ മേളകളിൽ പ്രദർശനത്തിനൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ മൗലമാരെന്താ പറഞ്ഞ, ഇതൊന്നും സൂഫിസത്തിന്റെ ഭാഗമല്ല, ഇത് സൂഫിസത്തിന്റെ ഭാഗമാണ്. ഇതാണ് സൂഫിസം. റൂമി ഉണ്ടാക്കിയ മൗലവിയ ത്വരീഖത്തിൽ ദിക്ർ ചൊല്ലുന്നത് ഇമ്മാതിരി ഡാൻസ് കാണിച്ചിട്ടാണ്. ചിത്രം നിങ്ങൾക്കറിയാലോ, ഇങ്ങനെ പവാട പോലീസ് എന്നാ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക വസ്ത്രത്തിൽ നീണ്ട തൊപ്പിയൊക്കെ വെച്ചിട്ട്. അതാണ് സൂഫി. ആ സൂഫി ഡാൻസ് മൗലവിയ ത്വരീഖത്തിന്റെ ഭാഗമാണ്. ഇന്നും അതുണ്ട്. ഇന്ന് പിന്നെ തുർക്കിയിലും അതേപോലെ പിന്നെ അലപ്പോയിലും നമ്മുടെ കിഴക്കൻ രാജ്യങ്ങൾ, ഇന്ത്യ അടക്കം പാകിസ്ഥാൻ അടക്കമുള്ള കിഴക്കൻ രാജ്യങ്ങളിലേക്ക് തഖിയകൾ കേന്ദ്രീകരിച്ച്, തഖിയ എന്ന് പറയുമ്പോൾ അവിടെ പണ്ട് നമ്മുടെ നാട്ടിലെ ചെറിയ പള്ളികളെ തൈക്കാവുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ജുമാ മസ്ജിദും തൈക്കാവും. തൈക്കാവ് എന്താ? തൈക്കാവ് മലയാളത്തിൽ തൈക്കാവായിപ്പോയി. തൈക്കാവല്ല, തഖിയയാണ്. തഖിയ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഷെയ്ഖുമാർ ഒറ്റയ്ക്കിരുന്ന് ആരാധിക്കേണ്ട സ്ഥലം, ഖാൻഗാഹ്. ഇന്നും ആ പേരും സാധനമുണ്ട്, അതേപോലെ പാട്ടുണ്ട്, അതേപോലെ ഡാൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ കാണാമല്ലോ, അല്ലേ? അല്ലേ? ഇതെവിടെ നിന്ന് വന്ന? ഇത് ഇത്തരം തരീഖത്തുകളിൽ നിന്ന് വന്നതാണ് ഈ സംഗതി. ഇബ്നുൽ ജൗസി റഹ്മഹുല്ല ഈ ഡാൻസ് ആടിയിട്ട് ദിക്ർ ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയും. ദിക്ർ താടി വെച്ചൊരു മനുഷ്യൻ, അതും വയസ്സനായ ഒരാൾ നരച്ച താടി വെച്ച് ഡാൻസ് ചെയ്യുന്നതിനേക്കാൾ വൃത്തികേട് എന്തുണ്ട്? ജൗസി ചോദിക്കുകയാണ്. അദ്ദേഹം അതിൻ്റെ പിന്നെ ഇസ്ലാമിക വിധിയൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഒരു താടി വെച്ച് നരച്ച് താടിയും വെച്ച ഒരാള് പാട്ടിനൊത്ത് ആണും പെണ്ണും പാടുന്ന പാട്ട് കേട്ട് താളം വിട്ടിട്ട് ഡാൻസ് ചെയ്താൽ എത്ര ബോറൻ കാഴ്ചയാണത്. ജൗസി ചോദിക്കുകയാണ്, ഇതെത്ര ബോറൻ കാഴ്ചയാണ് കൈയൊക്കെ കൂട്ടിയിട്ട്. അദ്ദേഹം പിന്നെ ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഈ ദിക്റൊക്കെ ഇങ്ങനെ ആടിയും പാടിയും ചൊല്ലുന്നവർക്ക് അവർക്ക് മഹ്ശറെ കുറിച്ചിട്ടും സിറാത്തൊക്കെ കടന്നു പോകണ്ടേ? ഇങ്ങനെ മൃഗങ്ങളെ പോലെ ഇങ്ങനെ തുള്ളുക എന്ന് പറഞ്ഞാൽ മരിക്കണ്ടേ? ജൗസി ചോദിക്കാണ്.
ഇതിന്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെ ഈ കോലത്തിൽ ഇത്തരം ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന, ഇപ്പൊ ശവകുടീരം ഇല്ലാത്ത ഈ ഒരു സൂഫിസം ഇല്ലല്ലോ. അതിന്റെ ബിസിനസിന്റെ ഭാഗമാണ്. ശവകുടീരണ്ട, കബറുകൾക്ക് മുമ്പ് കുപ്പയുണ്ടാക്കുക, ഇത് ഇസ്ലാം അനുവദിച്ച കാര്യമല്ല, നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണല്ലോ. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ മറമാടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? പൊതുവായിട്ടൊരു ശ്മശാനത്തിൽ മറമാടുക എന്നുള്ളതാണ്. ആരെങ്കിലുമൊക്കെ പ്രത്യേക സ്ഥലത്ത് കൊണ്ടേ മറമാടുക എന്നുള്ളതല്ല, പള്ളിയിലടക്കം ചെയ്യുക എന്നുള്ളതല്ല, അതിന് കുബ്ബയുണ്ടാക്കുക, അതൊന്നും ഇസ്ലാമിന്റെ ഭാഗമല്ല. ഇബ്നുൽ ഖയ്യിം ജൗസിയ്യ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ഇസ്ലാമില് ഖബർ അലങ്കരിക്കാന്നൊരു സംഗതിയില്ല, ഇഷ്ടികയും കല്ലും വെച്ച് ഖബർ കെട്ടുക എന്നൊരു സംഗതിയില്ല, ഖബർ തേച്ച് മിനുസപ്പെടുത്താന്നില്ല. ഈ പറഞ്ഞ ആത്മീയ ആചാര്യന്മാരുടെ ഖബറുകൾ കണ്ടിട്ടില്ല, എല്ലാം നല്ല ഭംഗിയിൽ മാർബിളൊക്കെ ഒട്ടിച്ച് ഭംഗിയെ കുബ്ബയൊക്കെ കെട്ടിയിട്ട് അതിനകത്ത് കിടക്കുക അല്ലേ. ഇത് ഒന്നാം തരം ബിദ്അത്താണ്, ഇത് കടുത്ത കറാഹത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതിന്റെ എതിരാണിത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി നിവേദനം ചെയ്ത ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് അയച്ചു. അലീനെ റസൂൽ ഒരു പ്രത്യേക ദൗത്യം കൊടുത്ത് യമനിലേക്ക് വിടുകയാണ്. ഇന്ന് ഉള്ള യമൻ, ആ യമനിലേക്ക് വിടുകയാണ്. എന്താ നിർദ്ദേശം എന്നറിയാവോ? അല്ലാ യദഅ തിംസാലൻ ഇല്ലാ തമസ. അലിയെ, നീ യമനിൽ പോകുമ്പോ ഒരൊറ്റ വിഗ്രഹവും അടിച്ചു തകർക്കാതെ ബാക്കിയാക്കരുത്. അലീനോട് പറയാൻ, യമനിൽ പോകുമ്പോ തിംസാൽ എന്ന് പറഞ്ഞ വിഗ്രഹം അല്ല കേട്ടോ, പ്രതിമ. രണ്ടാണല്ലോ. ആരാധിക്കുന്ന സാധനത്തിനാണ് വിഗ്രഹം എന്ന് പറയുക. നമ്മളീ പറഞ്ഞ രാഷ്ട്ര നേതാക്കന്മാരുടെയും രാഷ്ട്രീയ നായകരുടെയും കലാ സാംസ്കാരിക രംഗത്തുള്ളവരുടെയൊക്കെ പ്രതിമകൾ ഉണ്ടാക്കിക്കാറില്ല. തിംസാൻ പ്രതിമ വേണ്ട എന്നാണ് നബി പറഞ്ഞത്. ഒരു പ്രതിമയും ബാക്കി ഉണ്ടാവല്ലേ, അടിച്ചു തകർക്കണം. കൂട്ടത്തിൽ ഒരു നിർദ്ദേശം കൂടെ, വല ഖബറൻ മുശറഫൻ ഇല്ല സവ്വാഹു. പടുത്തുയർത്തപ്പെട്ട ഖബറുകൾ ഉണ്ടെങ്കിൽ അതിനെ തട്ടി നിരപ്പാക്കാതെ വിട്ടേക്കരുത്. സവ്വ എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം ഇപ്പുറവും മണ്ണ് എങ്ങനെയാണോ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇത് വെച്ചിട്ടാണ് അപ്പോൾ ഇനി അതൊക്കെ ഖബർ ഒരു ചാണപ്പുറത്ത് പൊക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഖബർ കണ്ട തിരിച്ചറിയാൻ പാകത്തുള്ള പൊക്കം മാത്രമേ അതിനുണ്ടാകാവുള്ളൂ. ഇത് ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. ഇസ്ലാമിന്റെ ഈ പച്ചയായ നിർദ്ദേശം നിൽക്കുമ്പോഴാണ് ഇപ്പറഞ്ഞ ആളുകൾ ഇങ്ങനെ ഖബറുണ്ടാക്കി വെച്ച് അതിനെ ചുറ്റും പള്ളി ഉണ്ടാക്കി വെച്ച് ആ പള്ളിയിൽ ഡാൻസും പാട്ടും കൂത്തുമായിട്ട് ഇസ്ലാമിന്റെ പുതിയൊരു വേർഷൻ അവതരിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇതൊന്നും ഇസ്ലാമല്ല. ഇസ്ലാം എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നാണ് പച്ചയായ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ ഇസ്ലാമിന്റെ അനുയായികളായി ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുകാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന വിഷയത്തിൽ തഖ്വയോടുകൂടി നിലകൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും നമ്മെ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. ഈ ഖബറുകൾക്ക് പരിസരത്തുണ്ടാക്കപ്പെട്ട ചില പള്ളികളുണ്ട്. കേരളത്തിൽ പരിശോധിക്കാൻ അങ്ങനത്തെ കുറേ, ഇപ്പം ഭീമാപ്പള്ളി, അവിടെ ആദ്യം ഉണ്ടായത് പള്ളിയല്ല, ഖബറാണ്. ഇങ്ങനെ മഖബറുകളുടെ ചാരത്ത് ഉയർന്നു വന്ന പള്ളികളെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ ഒരു നിലപാടുണ്ട്, ഖണ്ഡിതമായ നിലപാടാണ്. ഇബ്നുൽ ഖയ്യിം ജൗസി റഹ്മത്തുള്ളാഹി പറയുന്നത്, ഖബറുകളുടെ സമീപത്ത് ഉണ്ടാക്കി വെച്ച പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല നിലപാടാണ്. ഇത് ഇസ്ലാം പറഞ്ഞ സംഗതി. ഞാൻ കൂട്ടിച്ചേർത്താൽ ഇബ്നുൽ ഖയ്യിം ജൗസി പറഞ്ഞല്ലോ കേട്ടോ. ഇബ്നുൽ ഖയ്യിം ജൗസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വെച്ചിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. റസൂലിന്റെ ഹദീസുണ്ട്, ഹദീസ് വായിക്കാം. ലഅന മൻ ഇത്തഖദൽ ഖബറ മസ്ജിദ ഔ ഖദ അലൈഹി സിറാജ. അല്ലാഹ് ശപിക്കട്ടെ മൻ ഇത്തഖദൽ ഖബറ മസ്ജിദ. ഖബറിടത്തിൽ പള്ളി ഉണ്ടാക്കി വെച്ചവന്, ഖബറിനെ പള്ളിയാക്കിയവനെ അല്ലാഹ് ശപിക്കട്ടെ, റസൂല് പറയാണ്. അപ്പൊ ഖബറുണ്ടാക്കുന്നു, ഖബർ പൂജയുടെ സൗകര്യത്തിൽ ഇപ്പുറത്തിന് പള്ളി ഉണ്ടാക്കുന്നു. കുറച്ച് ഔലിയാക്ക് കൊടുക്കാനുള്ള ഔലിയാക്കും, അള്ളാഹ് കൊടുക്കാനുള്ള അള്ളാഹ്ക്കും അല്ലേ. പണ്ട് റോമൻ തിയറി പോലെ, സീസർക്കുള്ള സീസർക്ക്, ദൈവത്തിനുള്ള ദൈവത്തിന്, ഔലിയ നിനക്കുള്ളത് എവിടെ ഇരിക്കട്ടെ, അള്ളാഹ്ക്കുള്ള അപ്പുറത്ത് ഞാൻ പള്ളി കൊടുത്തോളാം. ഇങ്ങനെ ഖബറിന് പരിസരത്ത് പള്ളി ഉണ്ടാക്കി വെച്ചാൽ ആ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല എന്നാണ്, ആ പള്ളി അടിച്ച് തകർക്കണം എന്നാണ് നിലപാട് ഇസ്ലാമിൻ്റെത്. കണിശമാണ് ഇസ്ലാമിന്റെ തൗഹീദ് എന്നുള്ളത്. ഇസ്ലാമില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിൽ ഉള്ളതല്ലാത്തത്, അള്ളാഹുവിന്റെ കിതാബിലുള്ളതല്ലാത്തതെല്ലാം ഒഴിവാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനും
വലിയവനല്ല. ഒരു മനുഷ്യന്റെയും വാക്കുകളെ നമ്മൾ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കില്ല, ഒരൊറ്റ മനുഷ്യൻ്റെതല്ലാതെ. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. ആ മനുഷ്യന്റെ വാക്ക് നമ്മൾ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കും. ആ മനുഷ്യനല്ലാതെ പിന്നെ വേറെ ആരെന്ത് പറഞ്ഞാലും ശരി, അത് നബി തന്നെ പറയുന്നുണ്ടല്ലോ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന, നമ്മുടെ നിർദ്ദേശമില്ലാത്ത എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉഹു, ഖുർആനിൽ അൽ-അൻആം 153-ാമത്തെ ആയത്ത്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ജനങ്ങളെ ഇതാണ് എൻ്റെ ഋജുവായ മാർഗം. ഫത്തബിഊഹു, നിങ്ങളത് പിൻപറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന വഴിയിലൂടെ പോവുക എന്നുള്ളതാണ് റബീഉൽ അവ്വൽ നൽകുന്ന സന്ദേശം. അതാണ് എല്ലാ കാലത്തും നമുക്കുള്ള സന്ദേശം. ബാക്കിയെല്ലാം നമ്മൾ മാറ്റിവിടുന്നു. നമ്മളെ സംബന്ധിച്ച് ഒരൊറ്റ റഹ്ബറയുള്ളൂ, ഒരൊറ്റ വഴികാട്ടിയുള്ളൂ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ സത്യവസാക്ഷ്യത്തിൽ അംഗീകരിച്ചത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വഅബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് എന്ന മനുഷ്യൻ അദ്ദേഹം അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ വിശ്വാസത്തിൽ തന്നെ ജീവിതാന്ത്യം വരെ നിലകൊള്ളാൻ, അങ്ങനെ പടച്ച തമ്പുരാൻ നമ്മളോട് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് പറഞ്ഞിട്ട് ഈ ലോകം വിട്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നാഥൻ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യവാനായ നാഥ, പലതും അറിഞ്ഞോ അറിയാതെയൊക്കെ ഞങ്ങൾ ചെയ്തു പോകുന്നുണ്ട്, പലരെയും പുണ്യ വ്യക്തികളായി കണ്ടുപോകുന്നുണ്ട്. അള്ളാഹുവെ എല്ലാം മാപ്പാക്കി തരണേ. അള്ളാഹു തൗഹീദിൻ്റെ ഉറച്ച വിശ്വാസത്തിൽ നീ ഞങ്ങളെ ജീവിതാന്ത്യം വരെ നിലനിർത്തി അനുഗ്രഹിക്കണേ. അള്ളാഹുവെ ഞങ്ങളുടെ തലമുറകളെ, ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെയും ഒക്കെ ആ ഒരു തലത്തിൽ തന്നെ മുവഹിദുകളായി നീ ജീവിപ്പിച്ച് മരിപ്പിക്കണേ. അള്ളാഹുവെ ഫലസ്തീനെ ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى اللهم وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.